അപ്പോൾ ഇത് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു മ്ലാനത പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് ഒരു റൈഡിങ്ങിന് തീരുമാനിച്ചിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കി എന്നിട്ട് ഹസ്ബൻഡിനെ നോക്കി നിന്നിട്ട് കാണാത്തതുകൊണ്ട് ഞാനിങ്ങനെ പയ്യനെ നടക്കുവാണ്. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ വണ്ടിയിൽ കയറി പോവാം എന്ന ഉദ്ദേശത്തോടുകൂടി. നോക്കിയിട്ട് കാണാത്തതുകൊണ്ടും ഞാനിവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നുള്ളത് കൊണ്ടും ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ കടയിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോഴാണ് വഴിയിൽ ഭയങ്കര ബ്ലോക്ക്. അപ്പോൾ പുള്ളീനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇന്ന് 3 ഉരുപ്പിടികളെ നോക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെ കെട്ടിയാനാണ്. അപ്പോൾ ഓൾറെഡി പുള്ളി ഭയങ്കര ടെൻഷനിലായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കടയിലെത്തി, കുഞ്ഞിനെ വിളിച്ചു. ഞാനും ഹസ്ബൻഡും കുഞ്ഞും കൂടി നേരെ ഞങ്ങൾ തട്ടുകട അന്വേഷിച്ചാണ് പോകുന്നത്. എനിക്ക് മ്ലാനത വന്നാൽ അപ്പോൾ തന്നെ എവിടെയെങ്കിലും തട്ടുകടയിൽ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കണം. പക്ഷേ മിക്കപ്പോഴും ഞങ്ങൾ എവിടെയെങ്കിലും പോയി പുറത്ത് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല പണി കിട്ടാറുണ്ട്. പണി കിട്ടാറെന്ന് വെച്ചാൽ ഫുഡ് പലപ്പോഴും അറ്റ്മോസ്ഫിയർ കണ്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഫുഡ് കൊള്ളത്തുണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഉദ്ദേശം സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എവിടെയെങ്കിലും കയറി നല്ല ഫുഡ് കഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കൈ ചൂണ്ടി കാണിക്കുന്നതൊക്കെ എനിക്ക് ഓരോ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരുവാണ് കേട്ടോ. കുഞ്ഞു മിണ്ടാത്തതൊക്കെ കേട്ടുകൊണ്ടിരുന്നോളും. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ, ലോകകാര്യങ്ങൾ, ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ പലതും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടോ. പെരുമ്പാവൂരാണ് ആക്ച്വൽ സ്ഥലം വരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെ. പിന്നെ ഞങ്ങൾ നേരെ തട്ടുകടയിൽ കയറി. പക്ഷേ കയറി കഴിഞ്ഞപ്പോഴേക്കും ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. ഇതായിരുന്നു ഞങ്ങൾ കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ നെയിം. ഒരു 3 കടകളൊക്കെ ഒരുമിച്ചല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മ പെറ്റ മക്കളെന്ന് പറയില്ല, അതേപോലെ ഏത് കട വേണമെങ്കിലും കയറാം. അത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് നേരെ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഓർത്തത് വീട്ടിലേക്കുള്ള രാവിലത്തെ കാപ്പിപ്പൊടി പിന്നെ ചമ്മന്തിപ്പൊടി കാര്യങ്ങളൊന്നും ഇല്ലയെന്ന്. അപ്പോൾ അത് അമ്മ എന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് റിട്ടേൺ വന്ന വഴിക്കൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇത്രയും സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. കുറേ സാധനങ്ങൾ വീഡിയോ കാണിക്കുന്നുണ്ടെന്നാണെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അത്യാവശ്യം ബ്രൂവിൻ്റെയാണ് ഇവിടെ വാങ്ങിക്കാറ്. ബ്രൂവിൻ്റെയും പിന്നെ ഒരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ നാളത്തേക്ക് അമ്മൂസിനുള്ള ഇഡ്ഡലിക്കുള്ള കറിയുമായി സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈ ഒരു ഷോപ്പാണെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്